ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ UK-ലെത്തിയ ഞങ്ങളുടെ അവസ്ഥ വിവരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ ഇന്നലെ ക്യാമ്പിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്നോളൂ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് നമ്മുടെ സ്റ്റോറേജിലേക്ക് വെക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ UK-ലെത്തിയ കഥ കൂടി നമ്മൾ നിങ്ങളോട് പറയുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇവിടെ വന്ന് UK-ൽ വന്നൊരു 4 വർഷത്തെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച പോലെയൊക്കെയാണോ ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ആയിരിക്കും ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ അതിൻ്റെ ഐറ്റംസ് എല്ലാം തിരിച്ച് നമ്മുടെ ഗ്യാരേജിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഭവനം. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ക്യാമ്പിങ്ങിന് സാധനമൊക്കെ നിറച്ച് ലോഡ് ചെയ്ത് പണ്ടാരടക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങ് ഇറക്കാം. നിങ്ങൾ ഇന്നലെ നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് കേട്ടോ. വലിയ കാര്യമില്ലെങ്കിലും ചെറിയ ചെറിയ രസമുള്ള വീഡിയോസൊക്കെയാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഞങ്ങളുടെ അതായത് ഒരു വിദേശത്ത് ജീവിക്കുമ്പോൾ ഒരാൾ എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ കാണാമല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഇത് ഞാൻ പറയാം. ആദ്യം ഞങ്ങൾ രണ്ടുപേരും മുംബൈയിലായിരുന്നു. അതായത് ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് മിന്നു മുംബൈയിലേക്ക് വന്നു. അവിടുന്ന് 2021 ഞങ്ങൾ ഇങ്ങോട്ടേക്ക് UK-ലേക്ക് മൂവ് ചെയ്തു കേട്ടോ. മിന്നു ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. അപ്പോൾ നമ്മളെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പോലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ UK-ലെത്തിയത്. ആ പ്രതീക്ഷ സത്യം പറഞ്ഞാൽ നമ്മളെ തകർന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് കാണുന്ന കുറേ എന്താ പറയുക, ഈ ചേഞ്ചുകളും റൂൾ ചേഞ്ചും അതേപോലെ പിന്നെ നമ്മുടെ മലയാളികൾക്കല്ല ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഞങ്ങൾക്കൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ടെൻഷൻ അല്ലേ, ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാകും എന്നുള്ള ഒരു വറി മനസ്സിൽ വന്നു. പലരും പറയുന്നത് ഇവിടെ വന്ന് ഞാൻ മുണ്ടെടുത്തു, അങ്ങനെ ഇത് എന്റെ പരിസരമാണ്, എന്റെ വീടാണ്. അപ്പൊ ആ ഒരു ഏരിയ മാത്രമേ ഞാൻ ഇങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കാറില്ല, അല്ലാണ്ട് റോട്ടിൽ പോയിട്ടൊന്നും മുണ്ടെടുത്ത് നിൽക്കാറില്ല കേട്ടോ. ക്യാമ്പിങ്ങിന് പോയിട്ട് വന്ന് കുളിച്ച് റെഡി ആയപ്പോൾ മുണ്ട് കണ്ടപ്പോൾ പിന്നെ നമ്മൾ മലയാളിയാണല്ലോ, മുണ്ട് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് കൊടുക്കും. അതുകൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇനി അതിന് തെറി വിളിക്കരുത് അല്ലേ. ചിലർ പറയും വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ആ രീതിയിൽ മാറണം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ കണ്ടന്റിൽ നിന്ന് വിട്ടുമാറാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ UK-ലെത്തിയിട്ട് രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പെട്ടിട്ടില്ല മീൻസ് രക്ഷപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ഇനി കുറേ നമ്മൾ അതിൻ്റെ പുറകെ സ്ട്രഗിൾ ചെയ്ത് നമ്മളത് ഒരു 5-6 വർഷം അല്ലെങ്കിൽ ഒരു 5-8-10 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ പോകുന്നത് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി പോകുന്ന രീതി മാത്രം തന്നെയാണ് പോകുന്നത്. കാരണം നമുക്ക് നാട്ടിലതുപോലെ കടമുണ്ടായിരുന്നു, ആ കടമൊക്കെ തീർത്തു ലെവലായി വരുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പോൾ ആ ഒരു രീതിയിൽ ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾ വിചാരിച്ചത് 2 പേർക്കും ഈ പറഞ്ഞ പോലെ 2 ലക്ഷം രൂപ വെച്ച് സാലറി അങ്ങനെയൊക്കെയായിരുന്നു ഞാനൊക്കെ ആദ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ വീടിന് റെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ വീടിന് 1150 പൗണ്ടാണ് റെൻറ്റ് വരുന്നത്. ഇത് കുറവാട്ടോ. ഇനി ഇതിനും കൂടുതലാണ്. ഇങ്ങനെ 2 ബെഡ്റൂം കൂടുന്നതിനനുസരിച്ച് വാടകയും കൂടും. അതേപോലെ തന്നെ ഏരിയ മാറുന്നതിനനുസരിച്ച് അതിന് പുറമെ കൗൺസിൽ ടാക്സ്, വാട്ടർ ബില്ല്, വെള്ളം നമ്മൾ പുറത്തേക്ക് കളയുന്ന വെള്ളത്തിന് വരെ ഇവിടെ ബില്ല് കൊടുക്കണം. ആ ഒരവസ്ഥയാണ്. അപ്പം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് മനസ്സിലായത് ഒരാൾ പണിയെടുക്കുന്ന പൈസ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ചെലവിന് വേണ്ടി വരും. അപ്പം ആ ബാക്കി ഒരാളുടെ സാലറി ഉണ്ടെന്ന് പറഞ്ഞാലും അന്നേരം അതിന് പുറമെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കറങ്ങാൻ പോകുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, പിന്നെ എന്താ പറയുക ഓരോ സാധനങ്ങൾ വാങ്ങുന്നു. നമ്മളും ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് ഫാമിലി കുറച്ച് മെച്ചപ്പെടാൻ വേണ്ടി പല സാധനങ്ങളും നമുക്ക് വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജീവിത ശൈലിയിലേക്ക് മാറുമ്പോൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ചെലവ് വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ 2 പേരുടെ സാലറിയും ഏകദേശം തീരും. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ അതിൽ കുറ്റം പറയുന്നതല്ല, ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സാലറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിലോ ഒന്നും നമുക്ക് വിഷമമില്ല. നമുക്ക് ആകെ ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഈ റൂളും ആൾക്കാരുടെ മനോഭാവവും. ആൾക്കാരിപ്പം നമ്മളോട് പഴയ പോലെ പണ്ട് വന്നപ്പോൾ എല്ലാവരും ഹായ് ബായ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ കുറെ കൂടി റൂഡായ പോലെയൊക്കെ നമുക്ക് തോന്നുന്നു. അത് നമ്മളെ ഭയങ്കരമായിട്ട് വറി ചെയ്യിക്കുന്നു. അത് നമ്മളെ കുറച്ച് കൂടുതൽ. കാരണം ഇപ്പൊ കൊച്ചൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഇപ്പം നോക്കുമ്പോൾ നമ്മൾ ആമി മാത്രമുള്ള അവിടെ ഒരു ഇന്ത്യക്കാരിയായിട്ട്, ബാക്കി എല്ലാവരും ഇവിടത്തെയും പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ രാജ്യക്കാരാണ്. നമുക്കൊരു ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറ് ഹെയർ ഉള്ള ആൾക്കാരെ ബ്രൗൺ കളർ വരുമ്പോ നമുക്ക് അതൊരു ടെൻഷനാണ്. നമുക്ക് അതൊരു ടെൻഷൻ പോലെ തോന്നി തുടങ്ങി. ആകെ കുറച്ച് മാസം ആയതേ ഉള്ളൂ. അങ്ങനെയല്ല, ഇപ്പൊ പല കൺട്രീസിൽ ഇപ്പൊ നമ്മുടെ അയൽവക്കത്തുള്ള അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ പിള്ളേർക്ക് നേരെ വരെ ആക്രമണം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ ചെറുതായിട്ടൊന്ന് വറി ചെയ്യിക്കുന്നുണ്ട്. ചെറുതായിട്ടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഭാവിയിൽ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ചെയ്യുന്നതൊക്കെ ചെറിയ തലമുറയാ. ഇവരാണ് ഈ വളർന്ന് വലുതാകുമ്പം നമ്മുടെ ആമിയുടെ ഒക്കെ ആ പ്രായത്തിൽ എത്തുമ്പോഴത്തേക്ക് അവരാണ് ഇവിടുത്തെ ആ ഒരു തലമുറയായിട്ട് വരുന്നത്. അപ്പൊ ഭാവിയിൽ ഇവന്മാർ എന്തൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ട്.
ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്താൽ പോലും വലിയ കാര്യമില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചിന്താഗതി. ഞങ്ങൾ ഞങ്ങളുടെ അറിവിൽ സംസാരിക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മള് കുറെയൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. അത് കുറേ ഉണ്ട്. ഒരു 30% ഇതുണ്ട്. ആൾക്കാർക്കെതിരെ അല്ലല്ലോ ആ സംഭവം. ഇപ്പൊ ആ പറഞ്ഞ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇന്നസെന്റ് ഫാമിലി, അവരൊന്നും അറിയാത്ത വേറെ ആൾക്കാർ. അതിപ്പോ പറഞ്ഞ ഇപ്പൊ വേറൊരു ആൾക്കാർ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ഈ മുണ്ട് എടുത്തുകൊണ്ട് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോവാണെങ്കിൽ ശരിയാണ്, അതൊരു പ്രശ്നമാണ്, അത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇവിടെ നിൽക്കുന്ന വീട്ടിൽ നിൽക്കുന്ന എന്നെ കൂടെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പിന്നെ എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പൊ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന്. ഇവിടെ നിന്ന് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്നാ ചെയ്യാനാ? ഇവിടെ ഇപ്പം 300 പൗണ്ട് നാട്ടിൽ ഒരു മാസം 300 പൗണ്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? 300 പൗണ്ട് മീൻസ് 30,000 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷെ അത് ഓരോരോ ബേസിക് ഇതിനനുസരിച്ച് നമ്മളിപ്പോ നമ്മളും അവിടുന്ന് ജീവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നവരാണല്ലോ. അപ്പൊ നമുക്ക് അറിയാലോ അവിടെ എത്ര രൂപ ചെലവ്. കാരണം 30,000 കിട്ടിക്കൊണ്ടിരുന്ന ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് 1 രൂപ ചെലവ് ബാക്കിയില്ലാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പം രക്ഷപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ, പണ്ട് എന്നോട് നേരത്തെ നമ്മൾ വേറെ സ്ഥലത്ത് പോയപ്പം എന്നോട് പറഞ്ഞായിരുന്നു ഗൾഫിൽ നിന്ന് നിങ്ങളുടെ മറ്റേ എന്താ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നതാണ്. അപ്പം അവർ വിചാരിച്ചു കുറച്ചൊക്കെ പൈസ സേവ് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് അവിടെ ചെയ്ത പോലെ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ശരിയായിരിക്കും, ഞങ്ങൾ പറഞ്ഞത് നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഗൾഫ് കൺട്രി അല്ലെങ്കിൽ വേറെ വിദേശ രാജ്യങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവിടെ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ല. അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പം അതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. അല്ല, നമ്മൾ ഓരോ ഇതിലും പറയുന്നുണ്ട് നമ്മുടെ ഇതിനനുസരിച്ച് എത്ര വരുന്നുണ്ട് അല്ലെ, ഞങ്ങളുടെ ഇൻകം എത്രയാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ചെലവ് എത്രയാണ് വരുന്നത്, ഞങ്ങളുടെ ഫാമിലിനെ വെച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് പിന്നെ ഓരോ ഫാമിലിക്ക് അവരുടേതായ എക്സ്പെൻസും കാര്യങ്ങളും വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണ് ജീവിതം ഒക്കെ, നമ്മുടെ നാട്ടിൽ ആരും ഇല്ല, ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആനന്ദകരമാക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാമ്പിങ്ങിന് പോകുന്നു, യാത്ര ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ജീവിതം തള്ളി നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇപ്പൊ നമ്മുടെ ലൈഫ് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് സത്യം. അത് അങ്ങനെയല്ല, അവിടുന്ന് വിടുകയും ചെയ്തോ ഇവിടെ ടെർക്കിയില്ല അങ്ങനെ പറയത്തില്ലേ. അത് സത്യം പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ കുറെ പേർക്ക് ദേഷ്യം വരും, കുറെ പേര് പറയും സത്യമാണ്. അതൊക്കെയാ ഓരോരുത്തരുടെ അവസ്ഥ. ഇതാ അത് നമുക്ക് ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞാൽ വേണേ നമുക്കൊരു വീട് മേടിക്കുന്നതിനൊന്നും വലിയ കാര്യമില്ല. 15 ലക്ഷം രൂപയുടെ വീട് നമുക്ക് പുത്തൻ വീട് കൈ കിട്ടും. കാരണം 5% കൊടുത്തു കഴിഞ്ഞാല് 5% അവരിടും. അപ്പൊ അങ്ങനെ നമുക്ക് വീട് കിട്ടും. അപ്പൊ വീട് മേടിക്കുന്നതിലൊന്നും അല്ല, വീട് മേടിച്ചാലൊന്നും രക്ഷപ്പെട്ടെന്നുള്ളതൊന്നും ആരും ചിന്തിക്കേണ്ട കേട്ടോ. വീട് മേടിക്കുക, വണ്ടി മേടിക്കുക എന്നൊക്കെ പറയുന്നത് അത് വേണേൽ നമുക്ക് ആർക്കും എപ്പോൾ വേണേലും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ അത് മാത്രമല്ല നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഭാവി, നമ്മുടെ കൊച്ചിന്റെ ഭാവി, അതെല്ലാം ഒന്ന് സേഫ് ആയാലേ നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വീട് മേടിച്ച് 3ാമത്തെ ദിവസം വല്ലതും വന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഇതിപ്പം ഇവിടെ കള്ളന്മാരെ ശല്യം ഭയങ്കരത്തിൽ കൂടിക്കൊണ്ടിരുക. അതേപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം വീടിനകത്തോട്ട് ഓടിക്കേറി. ഒരു മാസത്തിനുള്ളിൽ ഒരു പെണ്ണ് ഡ്രഗ് അടിച്ച് നമ്മളെ വീടിനകത്തോട്ട് കയറി വന്നു. അവളുടെ ബോയ് ഫ്രണ്ട് നമ്മളെ വീടിനകത്തോട്ട് എന്താ, ഞാൻ ഡോർ അടിച്ചില്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് കയറിയിട്ട് കുറച്ച് കഴിഞ്ഞത് കണ്ടായിരുന്നല്ലോ. 11 മണിയായി. പക്ഷെ ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ കയറി സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഡോർ അടയ്ക്കാൻ വിട്ടുപോയി, നേരെ കയറി അകത്തേക്ക്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഭാവിയിൽ എന്തൊക്കെയാവും അല്ലെ എന്താവും എന്നുള്ള ഒരു പേടിയും കൂടെ ഉണ്ട്. നമ്മള് നമ്മുടേതായ ഇതിൽ ഒതുങ്ങിപ്പോയി ജീവിച്ചാലും അല്ലേ, എവിടുന്നാണെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ. ഇതിപ്പോ എത്രയെന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഇപ്പൊ ഞാനിവിടെ മുണ്ടെടുത്തോണ്ടിരിക്കാന്ന് വെച്ചോ, വേറൊരുത്തന് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോ അമ്മ തല്ലിയാൽ എന്ത് ചെയ്യും? അതെ, അവര് പറയും ഇത് മാനേഴ്സ് അല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ലാന്ന് പറയും. എക്സാമ്പിൾ പറയുന്ന കേട്ടോ. അല്ല അല്ലിച്ചയ, പിന്നെ ഇത് എവിടെ പോയാലും ഓരോ ഇതിൻ്റെതായ ഓരോ ഇതുണ്ട് അല്ലേ. എവിടെയും ആക്ച്വലി എനിക്ക് തോന്നുന്നു സേഫ് അല്ല ജീവിക്കാനായിട്ട്. എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇപ്പൊ ഇതിലും വലിയ വലിയ കാര്യങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും. ഇവിടെ വേറെ സ്ഥലങ്ങളിൽ നിൽക്കുന്നവർക്ക് വേറെ വേറെ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആയിട്ട് ചിന്തിക്കരുത്. നമ്മളിപ്പോ നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നു, നമ്മളെ അഭിപ്രായം പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മളൊരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു രസം അല്ലേ. അല്ല, നമ്മളെ അഭിപ്രായം അറിയാൻ ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുന്നത്. അങ്ങനെയുള്ളവര് കണ്ടാൽ മതി കേട്ടോ വീഡിയോ. അഥവാ ഇനി ഇതെല്ലാം ഓൾറെഡി
അറിയാം എന്നുള്ള ഒരു മനോഭാവം ഉള്ളവരാണെ കാണണ്ട അല്ലേ? അല്ല, അങ്ങനെയുള്ളവര് അഭിപ്രായം പറയട്ടെ, അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്താ അങ്ങനെ ചെയ്യട്ടെ. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ എടുത്തു വെക്കാം അല്ലെ? നമ്മളെ വണ്ടിയിൽ ആമിയുടെ പടം വരെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊത്തം വരച്ച് വെച്ചേക്ക് പോകുന്നു. കല്ല് കിട്ടി അപ്പം എടുത്ത് വരയ്ക്കും. അപ്പൊ നമ്മുടെ ലൈഫ് നമ്മള് ഇങ്ങനെയൊക്കെയാ അല്ലെ ആനന്ദകരമാക്കുന്നത്? ആനന്ദകരല്ല, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് ക്യാമ്പിങ്. അപ്പം ക്യാമ്പിങ് ചെയ്യുമ്പോ എന്താ ഒരു നല്ല രസമില്ലായിരുന്നു. നല്ല രാത്രി എന്ത് സുഖമായിരുന്നു അറിയാം. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മഴയുടെ പ്രത്യേകിച്ച് എന്നാന്നറിയാമോ, നമ്മളൊരു വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതല് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ ഇരിക്കാം അല്ലേ? ആമിക്കുട്ടി, ഇത് ഈ ഹെൽമെറ്റ് എടുത്തേ വാവേ, ഈ ഹെൽമെറ്റ് ഒന്ന് എടുത്ത് വെച്ച്. ഇറ്റ്സ് ഓക്കെ, ഡാഡിയുടെ കൈ കൊടുക്ക്. ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണ നോസ്ലി സഫാരി പാർക്കിൽ പോയപ്പം കിട്ടിയ പണിയാണ്. ബബൂൺസ് ഞങ്ങളുടെ ഇതെല്ലാം പറിച്ചെടുത്തായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഇതിന്റെ സ്ക്രീൻ വാഷിന്റെ അതിന്റെ നോസിൽ ഹെഡൊക്കെ മാറ്റണം. അത് ഇതുവരെ മാറ്റില്ല, അത് മാറ്റണം. അപ്പൊ അങ്ങനെ കുറച്ച് പണികൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഈ 2 സാധനം മാറ്റണം. അതെ, എന്തായാലും വൈപ്പർ മാറ്റി. അപ്പൊ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. അത് നമ്മളെപ്പോഴും ഇങ്ങനെയാണ്. കഴിഞ്ഞ വിന്ററിൽ ഇതിങ്ങനെ തന്നെയായിരുന്നു. സമ്മർ ആകുമ്പോ ശരിയാക്കാന്ന് വിചാരിച്ചു. ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ മഴയും തണുപ്പും പിന്നെ നമ്മൾ AC-യുടെ ആവശ്യമില്ല. ഇനി അടുത്ത വർഷം ഉണ്ടല്ലോ ചായ, അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ശരിയാക്കണം. ഇവിടെ എല്ലാ വർഷവും വണ്ടിയുടെ AC-ന്റെ എന്താ പറയാ ഗ്യാസ് ചേഞ്ച് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തണുക്കൂല. ചെറിയ തണുപ്പുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ചൂടിന് ആ തണുപ്പ് പോകും. അതെ, ഇവിടെ തന്നെ അടിച്ചു വരുവാണോ? എന്താ ഇവിടെ പരിപാടി? അത് ഇതിനകത്തോട്ട് പറക്കിയിടാൻ. ഇതാണ്ട്, ഇത് കമ്പനി സാധനം, ഫോർഡിന്റെ തന്നെ സാധനമായത്. വണ്ടി മേടിച്ചതിന് ശേഷം ഇത് മാറ്റിയിട്ടില്ലെന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ വണ്ടി സർവീസ് അല്ല, എനിക്ക് മാറ്റിയില്ലേ ചായ? ഇല്ല, ഇത് കണ്ട, ഇത് ഫോർഡിന്റെ ഒറിജിനൽ സാധനമായത്. ഇത് ചിലപ്പോ ഇവര് കമ്പനി തന്നെ കൊടുത്ത് ചേഞ്ച് ചെയ്യിക്കുന്നതായിരിക്കും, സർവീസ് ചെയ്യുന്നതായിരിക്കും. നമ്മള് പിന്നെ എല്ലാ ലൂക്ക് സർവീസ് ആണ് കേട്ടോ. ലൂക്കൊന്നുമല്ല, ക്വിക്ക് ഫിറ്റിന്റെ ഹാഫ് ഫോഴ്സിന്റെ ഒക്കെ നല്ല സർവീസ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കമ്പനി കൊടുത്ത് ചെയ്യിക്കാറില്ലല്ലോ. അങ്ങനെ അതും നമ്മള് സർവീസ് ഫുൾ സർവീസ് ആകാൻ എനിക്ക് 1-2 തവണ ഇത് ചെയ്തിട്ടുള്ളൂ. സൈക്കിൾ ഇപ്പോഴും മോളിൽ തന്നെ ഇരിക്കും, അത് മാറ്റണം. ഇതെടുത്ത് അവിടെ കൊണ്ടുവച്ച് ഡാഡി ഇത് ഊരട്ടെ. സൈക്കിൾ ഇടട്ടെ. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മുടെ ലൈഫിനെ കുറിച്ച്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ഒരു UK ലൈഫിന്റെ എക്സ്പീരിയൻസിൽ നമ്മുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇവിടെ ഉള്ളവരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ നാട്ടിലുള്ളവരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. വരാനിരിക്കുന്നവർ കാണുന്നുണ്ട്, ഒരിക്കലും വരാത്തവർ കാണുന്നുണ്ട്, പല അഭിപ്രായമുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരിലേക്കും ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ പറയുന്നതാണ് കേട്ടോ. കാര്യമുണ്ട്, ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. പിന്നെ എന്ത് ജോലി എടുക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് എന്ത് ജോലിയും തയ്യാറാണെങ്കിൽ ഓക്കെയാണ്. അതല്ല വലിയ ജോലിയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് തുടക്കത്തിൽ കേട്ടോ. ഞാൻ പറഞ്ഞ തുടക്കത്തിലാണ്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒക്കെ മാറി. എന്നോട് ഈയിടെ ഒരു പുള്ളി മെസ്സേജ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നമ്മളെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ കാണാറുള്ള ഒരു പുള്ളി ഇവിടെ വന്നിട്ട് ഇപ്പം ആദ്യം കുറേ കുഞ്ഞു ജോലിയൊക്കെ ചെയ്തു. മീൻസ് പാർട്ട് ടൈം ആയിട്ടും കുറേയൊക്കെ ജോലി ചെയ്തു. ലാസ്റ്റ് ഇപ്പം പുള്ളി 1 വർഷം കഴിഞ്ഞു, പുള്ളിയുടെ ഫീൽഡിൽ ജോലി കിട്ടി. പുള്ളി ഇപ്പം ഭയങ്കര സന്തോഷം. നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഓണത്തിനാണ്. അപ്പം അങ്ങനെ രക്ഷപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. ഞാനും സത്യം പറഞ്ഞാൽ എൻ്റെ ഫീൽഡൊക്കെ കുറച്ച് അന്വേഷിച്ചു, പക്ഷേ എനിക്ക് പിന്നെ മടിയല്ല അതിനകത്ത് വർക്കിംഗ് 5 days ആണ്. അത് അങ്ങനത്തെ മടിയാണ് ഉദ്ദേശിച്ചത്. 5 ദിവസം പണിക്ക് പോകണം, പിന്നെ കുറച്ച് അപ്പം നമ്മുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് വരൂല, എല്ലാം കൂടെ ആവൂല. എനിക്കിപ്പോ ഇങ്ങനെ ഈ ക്യാമ്പിങ് യാത്രകള് ലീവ് വേണം ഇഷ്ടം പോലെ. അതിനൊക്കെ ഞാൻ നോക്കുമ്പോ അങ്ങനെയുള്ള പണിക്ക് കയറി കഴിഞ്ഞാൽ നടക്കൂല. അല്ല, അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? ഇപ്പം അങ്ങനെ ചിലവരുണ്ടാവും, അവർക്ക് അവരുടേതായ ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. ഈ സൈക്കിൾ ക്യാരിയർ നമ്മള്
കഴിഞ്ഞ ദിവസം മേടിച്ച കേട്ടോ, നല്ല സാധനം, വലിയ പൈസയില്ല, 45 പൗണ്ടേ ഉള്ളൂ ഒരെണ്ണത്തിന്. നല്ല മറ്റേ തൂളയുടെ സാധനം മേടിക്കണം, തൂബയാണ് അങ്ങനെ എന്താ പറയുന്നത്, അതിന്റെ സാധനത്തിന് 95 പൗണ്ട് ഒരെണ്ണത്തിന്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആവശ്യം ഇത് കൃത്യമായിട്ട് ഇത് ഓക്കെയാണ്. ഇത് ആൽഫോർഡ്സിന്റെ തന്നെ സാധനം. ഇത് ബിലത്തൊച്ച ഗുണം വെച്ചെന്ന് പറയുന്നത്. നമ്മൾ അന്ന് വേറൊരെണ്ണം മേടിച്ചായിരുന്നു ബാക്കിൽ വെക്കുന്നത്. അത് വേസ്റ്റ് ആയി. അതിനെന്താ പ്രശ്നം വെച്ചാൽ അതിന് നമ്പർ പ്ലേറ്റ് വേണം, പിന്നെ നമ്പർ പ്ലേറ്റിൽ എടുക്കുന്ന കണക്ഷൻ വേണം, കണക്ടർ എല്ലാം മേടിച്ചു നമ്മള്. പക്ഷെ അത് പിന്നെ അതിലെ ഏറ്റവും ഈസി ഇതാണ്. ഇത് ഭയങ്കര ഈസി ആയത്. ഇവിടെ ഒരാള് ഇവിടെ കാറ്റടിക്കാൻ പോവാണ്. ഇതാകുമ്പോ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. 5 മിനിറ്റിൽ നമുക്ക് ഇതുകൊണ്ട് ഇതിന്റെ പണി തീരുന്നു. അതെ, മറ്റേത് ഇച്ചിരി പണിയല്ലേ. മറ്റേത് ഡിക്കി ഓപ്പൺ ചെയ്യാനും ബുദ്ധിമുട്ടാ. ഡിക്കി ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ആദ്യം എടുത്ത് താത്തി വെക്കണം. ഇതാകുമ്പോ നമുക്ക് ഓടിച്ചു പോവാനും ഒരു സീനില്ല. CAD മൂസയിലുള്ള പോലത്തെ ഒരു കാറ് വേണമായിരുന്നു. സ്വിച്ച് ഇടുമ്പോ ഓരോരോ ഫംഗ്ഷനിങ് ആയിരുന്നു. എന്തെല്ലാം മനുഷ്യർക്ക് പണിയെടുക്കാൻ മടിയായിട്ടേ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായത് നല്ലതാണ്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ മേത്തോട്ട് കയറുവാണോ? അങ്ങോട്ട് മാറ്റി വെക്ക്. കൊറേ പേര് പറയണേ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനു വേണ്ടി ഇവിടെ ഇങ്ങനെ നിക്കണം, തിരിച്ചു പോകുന്നൂടെ. ഞങ്ങൾക്കും അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ട്, എന്തിനും ഇവിടെ ഇങ്ങനെ നിക്കണം, തിരിച്ചു പോയിക്കൂടെ എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ നാട്ടിൽ ചെന്നിട്ട് എന്ത് കാണിക്കും? അതാണ് എല്ലാവരുടെയും പ്രശ്നം അല്ലേ. നാട്ടിൽ ചെന്നിട്ട് ഇനിയും നമ്മൾ ആ ഒരു ജോലിയും ഇനി ആവൂല എന്നുള്ളൊരു അങ്ങനെ. പക്ഷെ രണ്ടും കൽപ്പിച്ച് പോവാണെങ്കിൽ പോവാ അല്ലേ. അങ്ങനെ പോകുന്നവരുണ്ട് ഒരുപാട് പേര്, കുറെ പേര് പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല. നമ്മള് അല്ല കുറച്ച് പൈസ വീട്ടിലൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇതിപ്പോ നമ്മളെ അവസ്ഥയാണ് വീട്ടുകാർ. നമ്മൾ ഇവിടെ എന്താ ഉണ്ടാക്കി, നാളെ നമ്മളെ വെച്ച് ഇതൊക്കെ തന്നെ പറയാം. തിരിച്ചു പോകണമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പോകുന്ന കാര്യം അത്ര ഇപ്പൊ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ അല്ലേ. ഒരു 19 ലക്ഷം രൂപയെങ്കിലും കയ്യിലായിട്ട് പോവാ. അങ്ങനെ ആ 19 ലക്ഷം കയ്യിലാകുമ്പോഴത്തേക്ക് നമ്മളെ കാലം കഴിയും. ഇവിടുത്തെ ചെലവ് തീർത്തിട്ട് വേണ്ട പൈസ. നമ്മൾ ചെന്നാലും നമുക്ക് ജീവിക്കാനുള്ള ഇതെല്ലാം വേണല്ലോ അല്ലേ. ഇപ്പൊ ഇവിടത്തേക്കാളും ചെലവാ നാട്ടിൽ നിന്ന് പറയുന്നത്. കൊച്ചിന്റെ പഠിത്തം അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടേ.